ഹലോ, വെൽക്കം ടു അനൂപ് ട്യൂബ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട്, അതായത് 5 ത്രെഡ് യൂസ് ചെയ്തിട്ട് 1 മുതൽ 10 വരെ നമ്മൾ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ത്രെഡിനെ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുക, അതായത് ഒരു മ്യൂടെക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിംപ്ലി ഒരു മ്യൂടെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യുന്ന അൺലോക്കിംഗ് മെക്കാനിസമാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് തന്നെ നമുക്ക് 2 സ്ഥലത്ത് നമുക്ക് അൺലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ വൈൽ ലൂപ്പിന് പുറത്ത് പോകുന്ന സമയത്ത് 2 തരത്തിലാണ് നമുക്ക് പുറത്തു പോകാം. ഇഫിൻ്റെ കണ്ടീഷനകത്ത് കയറിയിട്ട് നമുക്ക് പുറത്തു പോകാം, അല്ലെങ്കിൽ എൽസിനകത്ത് കയറിയിട്ട് പുറത്തു പോകാം. ഓക്കെ, അപ്പോൾ ഈ 2 കേസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അൺലോക്ക് ചെയ്ത് പുറത്ത് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് m.unlock നമുക്ക് ഏറ്റവും താഴ്ത്ത് എഴുതാൻ പറ്റില്ല, ഈ എൽസിന് പുറത്ത് എഴുതാൻ പറ്റില്ല? നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും 2 അൺലോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എൽസിനകത്ത് ബ്രേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ താഴത്തുള്ള ഭാഗം എക്സിക്യൂട്ട് ആയത് പോവില്ല. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അൺലോക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൽസിന് പുറത്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു നമ്മുടെ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ 2 സ്ഥലത്ത് നമുക്ക് അൺലോക്ക് വിളിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് STD തന്നെ, അതായത് സ്റ്റാൻഡേർഡ് ലൈബ്രറി തന്നെ ഒരു സംഭവമുണ്ട്, ലോക്ക് ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു മെക്കാനിസം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോക്ക് ഗാർഡ് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂടെക്സിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംപ്ലി ഒരു റാപ്പർ ഫംഗ്ഷനാണ് ലോക്ക് ഗാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കോപ്പിന് പുറത്ത് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ലോക്ക് ഗാർഡിൻ്റെ ഡിസ്ട്രക്ടർ വിളിച്ചതിന് ശേഷം അതിന് ആ മ്യൂടെക്സിനെ അൺലോക്ക് ചെയ്ത് വിടും. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ എവിടെയാണോ ആ ലോക്ക് ഗാർഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്കോപ്പിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അൺലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് STD എന്ന് എഴുതുക. അതിനുശേഷം ഇത് മ്യൂടെക്സ് എന്ന് പറഞ്ഞുള്ള ഹെഡർ ഫയലിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ലോക്ക് ഗാർഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലോക്ക് ഗാർഡ് എന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മ്യൂടെക്സിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് ടൈപ്പ് നമ്മൾ കൊടുക്കണം, മ്യൂടെക്സ്. ഓക്കെ, മ്യൂടെക്സിന് കൊടുക്കുക. അതായത് മ്യൂടെക്സ് ആയിരിക്കും, മ്യൂടെക്സ് ടൈപ്പിലാണ് ഇതിൻ്റെ പാരാമീറ്റർ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ആർഗ്യുമെൻറ്റ്, അതിൻ്റെ വേരിയബിൾ എഴുതുക. അപ്പോൾ ലോക്ക് ഗാർഡ് ആണെങ്കിൽ ലോക്ക് എഴുതി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് മ്യൂടെക്സിൻ്റെ വേരിയബിളാണോ കൊടുക്കുന്നത് അതിനെ കൊടുക്കുക. അപ്പോൾ മ്യൂടെക്സ് വേരിയബിൾ എന്നുകൊണ്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സ്കോപ്പിനകത്താണോ എടുക്കുന്നത് ആ സ്കോപ്പ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡിസ്ട്രക്ട് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വോയിഡ് പ്രിൻറ്റിനകത്താണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റ് എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നത് അതിന് ശേഷമായിരിക്കും ഇതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വൈൽ ലൂപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ വൈൽ ലൂപ്പ് എപ്പോഴാണോ എക്സിറ്റ് ആവുന്നത് അപ്പോൾ എന്തായിക്കോളും, അത് അൺലോക്ക് ആയിക്കോളും. ഇഫിനകത്താണ് കൊടുക്കുന്നതെങ്കിൽ ഇഫ് എപ്പോഴാണോ എക്സിറ്റ് ആവുന്നത്, അത് ഇഫിന്ന് എപ്പോഴാണോ നമ്മൾ പുറത്തേക്ക് വരുന്നത് അപ്പോഴായിരിക്കും അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിംപിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 തരത്തിൽ നമ്മളിവിടെ ഒരു തവണ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അൺലോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപിളി ഒരു ലോക്ക് ഗാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ m.lockന് പകരം STD ലോക്ക് ഗാർഡ് എന്ന് എഴുതുക. അതിനുശേഷം STD മ്യൂടെക്സ്. ഓക്കെ, ഇതിന് ശേഷം ലോക്ക് എഴുതിയതിന് ശേഷം മ്യൂടെക്സിൻ്റെ വേരിയബിൾ എന്താണ്, നമ്മുടെ M എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സിംപിളി നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ലോക്ക് ഗാർഡ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡിസ്ട്രക്ട് ആയിക്കോളും. ഓട്ടോമാറ്റിക് നമുക്കിതേ ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒന്നുകൂടി നമ്മൾ കമ്പൈൽ ചെയ്തു, അതിനുശേഷം ഒന്നുകൂടി ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ എത്ര തവണ റൺ ചെയ്താലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപിളി ഒരു ലോക്ക് ഗാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് മെക്കാനിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിമിക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെപ്പോഴും ഒരു സ്കോപ്പ് ബേസ് ആയിട്ടുള്ള ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കണ്ടീഷനൊക്കെ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് m.unlockഉം m.lockഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കൊരു പർട്ടിക്കുലർ സ്കോപ്പിനകത്താണ് നമുക്ക് സ്കോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അൺലോക്ക് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് സിംപിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റാപ്പർ ഫംഗ്ഷനാണ് ലോക്ക് ഗാർഡ് എന്ന് പറഞ്ഞ സംഭവം. റാപ്പറായിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ലോക്ക് ഗാർഡ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.